ആണെങ്കിലേ വിളിക്കുക. വയറ്റ് കളറി കാണും. ഇപ്പൊ വിളിച്ചാ വരില്ല, അങ്കക്കലി കൊണ്ട് നിൽക്കാവും. നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത ക്രാബ് അഥവാ ഞണ്ടുണ്ട്. ചക്കിലാട്ടിയല്ല. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചീറ്റിംഗ് ഒക്കെ ചെയ്യാം, പക്ഷെ എന്നാൽ ഫുൾ ടൈം അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അത് മോശമായിട്ട് ബാധിക്കും. ബിരിയാണി ആക്ച്വലി ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാടൻ നെയ്യും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അല്ല ബ്രോ, ഞാൻ ബ്രോ ആൾറെഡി പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഫുഡിന് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, പ്രത്യേക ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നമ്മൾ ലുലുവിന്ന് മേടിച്ചേക്കുന്ന ബിരിയാണിയാണ് കേട്ടാ. 500 ഗ്രാം ഉണ്ട്. 2 പേർക്ക് കൂടെ വേണ്ടിയിട്ടാണ് മേടിച്ചേക്കുന്നത്. ബെസ്റ്റ്. ലുലുമാളി ഇവർ കാണിച്ചുകൊണ്ടാ ചെയ്യണത്. അതെ, അതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്. ബ്രോ എന്നിട്ട് പിറ്റേ ദിവസം ബിരിയാണി ആണ് കഴിക്കാറുണ്ട്. അതാണ് ആളുകൾ പറയുന്നത്. ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നത്? പ്രോസസ്ഡ് ആയിട്ടുള്ള ഓയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൽ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെയൊക്കെ അംശം അകത്ത് കയറി പോണത്. അല്ലെ, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഇതിനകത്ത് എണ്ണ വരുന്ന സാധനങ്ങൾ മാക്സിമം കട്ട് ചെയ്യണം. കാരണം പ്രോസസ്ഡ് ആയിട്ടുള്ള മിനറൽ ഓയിൽസ് ഒക്കെ മാക്സിമം പെട്രോളിയം ബൈ പ്രൊഡക്റ്റുകൾ ചേർന്നിട്ടാണ് വരുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. സാലഡായിട്ട് പ്രശ്നമില്ല, പക്ഷെ അവിടെ സാലഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോർഡ് പ്രശ്നമാണ്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ? അപ്പോൾ ഞാൻ ആക്ച്വലി പോയത് ബിരിയാണി സൈഡിലോട്ടല്ല, സാലഡിന്റെ സൈഡിലോട്ടാണ്. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷെ സാലഡിന്റെ സാധനങ്ങൾ കട്ട് ചെയ്യുന്നത് വുഡൻ ബോർഡിലാണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ബോർഡിലാണോ എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒരു നല്ല കൺസേൺ വന്നിട്ടുള്ളൂ. കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തവും പിടിച്ചു നിൽക്കുന്ന കാലമാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്റെ കാക്കാത്തി ഞാൻ ഈ കുളത്തിൽ ചാടേണ്ടി വരും. പോട്ടെ. കഴിക്കാറുണ്ട്. അപ്പം ബ്രോയ്ക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു നല്ല കൺസേൺ വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ആക്ച്വലി അത് കട്ട് ചെയ്തിട്ട് ബിരിയാണിയിലോട്ട് പോയതാണ്. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. മിനറൽ ഓയിൽ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെങ്കിൽ ഇത് വലിയ റിസ്ക് ആണ്. പക്ഷെ ഒരു ഇച്ചിരി കൊതി വന്നുപോയി, അതുകൊണ്ട് നമ്മളൊന്ന് കഴിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഞാൻ പോകുന്നു. ബൈ ബൈ.